ഇപ്പോൾ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റായ റംല നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റംല, എന്താണ് അവിടെ നിന്ന് നമുക്ക് തരാൻ കഴിയുന്ന വിവരങ്ങൾ? ഒരുപാട് പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? എത്ര പേർ തൊഴിലാളികളാണോ, നാട്ടുകാരാണോ? എന്തെങ്കിലും പ്രാഥമികമായി നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ തൊഴിലാളികളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 3 പേരെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അവിടെ ഇല്ല, ഞാൻ എറണാകുളത്ത് ഒരു മീറ്റിങ്ങിന് വന്നതാണ്. അപ്പൊ അവിടുന്ന് വിളിച്ചു നോക്കിയിട്ടുള്ള വിവരമാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശരി ശരി. ഇത് ഒരുപാട് തൊഴിലാളികൾ അവിടെ, എത്ര പേരാണ് അവിടെ ജോലി എടുത്തിരുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ അറിയാമോ? ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം വിവരങ്ങൾ ഉണ്ടാകുമായിരിക്കുമല്ലോ ചിലപ്പോൾ. ഉണ്ട്. 10-100 പേരിന്റെ മേലെ അവിടെ തൊഴിലാളികളുണ്ട്. അവരെ ഷെഡ് തന്നെയാണ് പോയിട്ടുള്ളത്. അവിടെ കൂട്ടിയിട്ട മണ്ണാണ് ഒലിച്ചു വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിലെ ഒരു ബസ്സുകളൊക്കെ കാണുന്നുണ്ട്. അത് ഈ തൊഴിലാളികളൊക്കെ വരുന്ന ബസ്സുകളാണോ? തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ബസ്സാണത്. ഓക്കെ ഓക്കെ. അപ്പോൾ ആ ബസ്സിനുള്ളിൽ ആളുകൾ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലേ? ഉണ്ട്. അതിനാണ് 3 ആളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. ഈ പ്രദേശത്ത് ഈ നാട്ടുകാരുടെ വീട്, അതുപോലെ തന്നെ മറ്റ് കടകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? 2 കടകളുണ്ട് അതിന്റെ തൊട്ടടുത്ത്. പിന്നെ 2 പാടികളിൽ ആള് താമസിക്കേണ്ട ഒരു ഭാഗത്ത്. ഏത് ഭാഗമാണ് പിടിച്ചതെന്നുള്ളത് ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. മണ്ണ് ഭാഗത്ത് താഴെയായിട്ട് 2 പാടികളുണ്ട്. അവിടേക്ക് മണ്ണ് ഒഴുകിയെത്തിയതായി തൊഴിലാളികൾക്കാണ് പറ്റിയിട്ടുള്ളത്. അവർക്കല്ല. ഓക്കെ ഓക്കെ. തൊഴിലാളികൾ തന്നെയാണ് അപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഓക്കെ ഓക്കെ. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.